കോളേജ് കഴിഞ്ഞിട്ട് ദേവുവും മീനുവും വിന്ദയും കൂടെ അമ്പലത്തിൽ പോയി പേര് കൊടുത്തു. തിരിച്ചു വരുന്ന വഴി എല്ലാവരും സെറ്റ് സാരി ഉടുക്കാമെന്ന് തീരുമാനിച്ചുകൊണ്ട് അവനവൻ്റെ വീട്ടിലേക്ക് പോയി. പോലീസ് ബാറിലിരുന്ന് കുടിക്കുകയാണ് ധ്രുവനും ആദിയും. ഒരു കുപ്പിയുടെ പകുതിയായിരുന്നു. ദേവുവിനോട് നീ എന്താ പറഞ്ഞേ? എന്തിനാ ക്ലാസ്സിലേക്ക് കൊണ്ടുപോയത്? ആദി ചോദിച്ചു. അതൊന്നുമില്ലടാ, എനിക്ക് അവളെ ഒന്ന് കെട്ടിപ്പിടിക്കണമെന്ന് തോന്നി, അതിനാ മാറ്റി നിർത്തിയത്. അവൾക്ക് എൻ്റെ അമ്മയുടെ മണമാണ്. അവൾ എൻ്റെ അടുത്തുള്ളപ്പോൾ ഞാൻ ഹാപ്പിയാണ്, ധ്രുവ പറഞ്ഞു. നിനക്ക് അവളെ ഇഷ്ടമാണോ ധ്രുവ? ആദി ചോദിച്ചു. അങ്ങനെയൊന്നും ചോദിച്ചാൽ പറയാൻ പറ്റില്ല. എന്നോട് ഒന്ന് ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒഴിവാക്കി വിട്ടവൾമാരുടെ പോലെ എനിക്ക് ഒഴിവാക്കാൻ പറ്റുന്നില്ല, ധ്രുവ പറഞ്ഞു. അതെനിക്ക് മനസ്സിലായി. പക്ഷേ നിനക്ക് അവളോട് ഒരു ഫീലിങ്സ് തോന്നുമല്ലോ, അതെന്താണ്? ആദി പറഞ്ഞു. അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ, ധ്രുവൻ അടുത്ത പെഗ്ഗെടുത്ത് വായിലൊഴിച്ചുകൊണ്ട് പറഞ്ഞു. ഞാനൊന്നും ചോദിക്കുന്നില്ല. നമുക്ക് പോകാം, സമയം 9:30 ആദി പറഞ്ഞു. ഞാൻ പോവാ, ഇപ്പോൾ നീ വിട്ടോ, ധ്രുവ് പറഞ്ഞു. എന്നാൽ ശരി, നാളെ കാണാം, ആദി പറഞ്ഞു. ശരി, ധ്രുവ് പറഞ്ഞു. ആദി പോയതും ധ്രുവ് അവിടെ കുറച്ചു നേരം ഇരുന്നു ഫോണിൽ നോക്കി. ഒരു സിഗരറ്റ് എടുത്ത് കത്തിച്ച് വലിച്ചുകൊണ്ട് അവൻ അങ്ങനെ ഇരുന്നു. അവൻ്റെ മനസ്സിൽ ദേവുവിൻ്റെ മുഖം വന്ന് നിറഞ്ഞു. ധ്രുവ് കണ്ണുകൾ അടച്ചു. എന്നിട്ടും അവൾ മനസ്സിൽ നിന്നും മായുന്നില്ല. അതോടെ അവൻ ആദിയെ വിളിച്ചു. 2-3 റിങ്ങിന് ശേഷം ആദി ഫോൺ എടുത്തു. ഹലോ ധ്രുവ, പറയടാ, ആദി പറഞ്ഞു. ആദി, നീ എവിടെയാ? ധ്രുവൻ ചോദിച്ചു. ഞാൻ വീട്ടിലെത്താറായി. എന്തേ, തിരിച്ചു വരണോ? ആദി ചോദിച്ചു. വേണ്ട, നീ പൊക്കോ. പക്ഷേ നിന്റെ വീട്ടിൽ പോവണ്ട, പകരം കുഞ്ഞാറ്റിയുടെ വീട്ടിൽ പോ, ധ്രുവൻ പറഞ്ഞു. അവളുടെ വീട്ടുകാരൊക്കെ കിടന്നിട്ടുണ്ടാവും. സമയം 10 ആദി പറഞ്ഞു. എടാ, ആരും കാണാതെ അവളുടെ റൂമിൽ കയറാനാടാ ഞാൻ പറഞ്ഞത്, ധ്രുവൻ പറഞ്ഞു. എന്തിന്? വണ്ടിക്ക് സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തിക്കൊണ്ട് ആദി ചോദിച്ചു. കുഞ്ഞാറ്ററിയാതെ അവളുടെ റൂമിൽ കയറണം. എന്നിട്ട് ദേവാഞ്ജലിയുടെ ഫോൺ നമ്പർ എടുത്തിട്ട് എനിക്ക് അയച്ചു തരണം. കൂടാതെ കുഞ്ഞാറ്റയുടെ ഫോണിൽ നിന്നും അവൾ മെസ്സേജ് അയക്കുന്ന പോലെ അയച്ചിട്ട് ലൊക്കേഷൻ വാങ്ങണം. അതും എനിക്ക് അയക്കണം, ധ്രുവ് പറഞ്ഞു. എടാ, എന്തിനാടാ ഇതൊക്കെ? ആദി ചോദിച്ചു. അതൊക്കെയുണ്ട്, നീ ചെല്ല്, ധ്രുവ് അതും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. ഇവൻ്റെ ഓരോ കാര്യം എന്നും പറഞ്ഞ് ആദി വണ്ടിയെടുത്തു. ഇതേ സമയം ഭക്ഷണം കഴിച്ച് റൂമിലേക്ക് കയറി വന്ന് വാതിലടച്ച് കുറ്റിയിട്ട് കട്ടിലിൽ ചെന്നിരുന്നു വിന്ദ. അവൾ ആകെ മുഷിഞ്ഞിരുന്നു. ഒന്ന് കുളിച്ചാലോ എന്ന ചിന്ത അവളുടെ മനസ്സിൽ വന്നു. പിന്നെ ഒന്നും ആലോചിച്ചില്ല. ബാൽക്കണിയിലെ ട്രെയിൽ വിരിച്ചിട്ട ടവലും എടുത്തുകൊണ്ട് വിന്ദ കുളിക്കാൻ കയറി. ഇതേ സമയം ആദിയുടെ വണ്ടി വിന്ദയുടെ വീടിന് മുന്നിൽ എത്തിയിരുന്നു. അവൻ പതിയെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഡോർ അടച്ചുകൊണ്ട് വീടിൻ്റെ ഗേറ്റിലേക്ക് നടന്നു. പതിയെ ഗേറ്റ് തുറന്ന് അകത്ത് കയറി. അതുപോലെ ഗേറ്റ് അടച്ചുകൊണ്ട് അവൻ ആ മുറ്റത്ത് നിന്നു. ഈ 2 നില വീട്ടിൽ നിന്നും ഇവളുടെ റൂം എങ്ങനെ ഞാൻ കണ്ടുപിടിക്കും? ആദി ഒന്ന് നിന്ന് ചിന്തിച്ചു. അപ്പോഴാണ് അവിടെയുള്ള ബാൽക്കണിയിൽ വിന്ദയുടെ തുണി വിരിച്ചിട്ടുള്ളത് കണ്ടത്. അത് കണ്ടപ്പോൾ ആദിക്ക് മനസ്സിലായി അത് വിന്ദയുടെ റൂമാണെന്ന്. ആദി ഒരു പുഞ്ചിരിയോടെ ആ വീടിന് ചുറ്റും നടന്നു നോക്കി. അപ്പോൾ കണ്ടു ആ വീടിൻ്റെ സൈഡിലിരിക്കുന്ന ഒരു ഏണിയെ. അത് കണ്ടതും അവൻ അതും പൊക്കി പിടിച്ചു കൊണ്ടുവന്ന് ആ ബാൽക്കണിയുടെ ചുമരിൽ ചാരി വെച്ചുകൊണ്ട് അതിൽ ചവിട്ടി കയറി. പെട്ടെന്ന് അതൊന്ന് സ്ലിപ്പായതും ആദി ദേ കിടക്കുന്ന നിലത്ത്, അതിൻ്റെ കൂടെ ഏണിയും അവൻ്റെ ദേഹത്ത്. ആദി അവിടെ നിന്ന് പതിയെ എഴുന്നേറ്റു. എൻ്റെ ധ്രുവ, നീ ഒരുത്തൻ കാരണം എന്തൊക്കെയാണ് ഞാൻ സഹിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ആദി വീണ്ടും ഏണി ചാരി വെച്ചു അതിൻ്റെ മുകളിലേക്ക് വലിഞ്ഞു കയറി തുടങ്ങി. ബാൽക്കണിയിലെത്തിയതും ആദി ഒരു ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് 1 മിനിറ്റ് അവിടെ നിന്നു. വിന്ദ ടവൽ എടുത്ത് ബാൽക്കണി ഡോർ അടച്ചിടാൻ മറന്നതുകൊണ്ട് ആദിക്ക് സിമ്പിളായി അകത്തേക്ക് കയറാൻ പറ്റി. ഇവളെന്താ ഈ ഡോറൊന്നും അടച്ചിടാത്തെ? ഇവളിത് എവിടെ പോയി എന്ന് പറഞ്ഞുകൊണ്ട് ആദി നോക്കി. അപ്പോഴാണ് വിന്ദയുടെ ഫോൺ അവിടെ ഇരിക്കുന്നത് ആദി കണ്ടത്. വേഗം തന്നെ അവൻ ഫോൺ എടുത്തു. ഫോൺ നോക്കി. അത് ലോക്കല്ലായിരുന്നു. അതുകൊണ്ട് ആദി ഒന്ന് ചിരിച്ചു ഫോണിൻ്റെ വാട്സപ്പ് എടുത്തു. അതിൽ ആദ്യം തന്നെ കിടപ്പുണ്ട് ദേവുവിൻ്റെ ചാറ്റ്. അതിന് താഴെ മീനുവിൻ്റെയും. അവൻ ദേവുവിൻ്റെ ചാറ്റ് ഓപ്പൺ ചെയ്ത് നോക്കി. ദേവു ഓൺലൈനിലുണ്ട്. അത് കണ്ടതും വിന്ദ മെസ്സേജ് ഇട്ട പോലെ ആദി മെസ്സേജ് ഇട്ടു. ദേവുവിൻ്റെ നമ്പർ ആദി പെട്ടെന്ന് തന്നെ തൻ്റെ ഫോണിലേക്ക് അയച്ചു. അവളുടെ ലൊക്കേഷൻ ചോദിച്ചു. ദേവു എന്തിനാ എന്ന് ചോദിച്ചതും ആദി പറഞ്ഞു ഒരു സ്ഥലം നോക്കാനാണ് എന്ന്. വിന്ദയാണ് എന്ന് കരുതി ദേവു ലൊക്കേഷൻ അയച്ചു. അതും ആദി അവൻ്റെ ഫോണിലേക്ക് ഫോർവേഡ് ചെയ്തു. ശേഷം ആ ചാറ്റെല്ലാം വിന്ദയുടെ ഫോണിൽ നിന്നും കളഞ്ഞിട്ട് അവൻ അവളുടെ ഫോൺ അവിടെ വെച്ചു. ആദി ധ്രുവന് ദേവുവിൻ്റെ നമ്പറും ലൊക്കേഷനും അയച്ചു കൊടുത്തു. ശേഷം ആദി അവിടെ നിന്ന് തിരിച്ചു പോവാൻ വേണ്ടി തിരിഞ്ഞതും ബാത്റൂമിൻ്റെ ഡോർ തുറന്ന് വിന്ദ ഇറങ്ങി വന്നതും ഒരുമിച്ചായിരുന്നു. ആദിയും വിന്ദയും ഒരുപോലെ ഞെട്ടി. ഒച്ച വയ്ക്കാൻ വേണ്ടി വാ തുറന്ന വിന്ദയുടെ വാ ആദി
പെട്ടെന്ന് പൊത്തിപ്പിടിച്ചു. അതിനുശേഷമാണ് ആദി അവളെ ശ്രദ്ധിക്കുന്നത്. നെഞ്ചിന് മുകളിൽ നിന്ന് മുട്ടുവരെയുള്ള ഒരു ടവലാണ് വിന്ദ ഉടുത്തിരിക്കുന്നത്. മുടിയിൽ നിന്നും വെള്ളം ഇറ്റുന്നുണ്ട്. വിന്ദയുടെ മുഖത്തും കഴുത്തിലും വെള്ളത്തുള്ളികളുണ്ട്. ആദി അടുത്ത നിമിഷം അവളിലെ പിടിവിട്ടു മാറി നിന്നു. അടുത്ത നിമിഷം വിന്ദ കട്ടിലിൽ കിടന്ന പുതപ്പെടുത്ത് അവളുടെ ദേഹത്തോടെ പുതച്ചു. നിങ്ങൾ എന്താ ഇവിടെ? വിന്ദ ഞെട്ടിക്കൊണ്ട് ചോദിച്ചു. അത് പിന്നെ ഒന്നുമില്ല, വെറുതെ നിന്നെ ഒന്ന് കാണാൻ തോന്നി, ആദി പറഞ്ഞു. ഈ പാതിരാത്രിയിലോ? വിന്ദ ചോദിച്ചു. പാതിരാത്രിയായാൽ എന്താ, കാണാൻ തോന്നിയിട്ട് വന്നതാണ്. നിനക്കെന്താ ഇത്ര ജാട? ആദി ചോദിച്ചു. ഞാനൊന്നും പറയുന്നില്ല, വിന്ദ പറഞ്ഞു. അല്ല, ഒന്നും പറയാതെ ഇങ്ങനെ നിൽക്കാനാണോ മിത്ര നിന്റെ പ്ലാൻ? ആദി ചോദിച്ചു. അപ്പോഴാണ് താൻ എങ്ങനെയാ നിൽക്കുന്നത് എന്നുള്ള ബോധം വിന്ദയ്ക്ക് വന്നത്. അടുത്ത നിമിഷം അവൾ തിരിഞ്ഞു നിന്നു. ആദിക്ക് അത് കണ്ട് ചിരി വന്നു. അവൻ അവളെ നോക്കി. അടുത്ത നിമിഷം ഒരു ഇടിവെട്ടി കറണ്ട് പോയി. വിന്ദ ഓടി വന്ന് ആദിയെ കെട്ടിപ്പിടിച്ചു. അവൾ പേടിച്ച് വിറയ്ക്കുന്നുണ്ടായിരുന്നു. ആകാശത്തിലൂടെ പാഞ്ഞ മിന്നൽ അവനിലൂടെ പോയ പോലെ തോന്നി അവന്. മഴ തിമിർത്ത് പെയ്യാൻ തുടങ്ങി. ആർത്തുലച്ച് പെയ്യുന്ന മഴയാണ് അവിടെ. മിത്ര, ആദി വിളിച്ചു. വിന്ദ മൂളി. ആദി അവൻ്റെ ഫോൺ എടുത്ത് ഫ്ലാഷ് ഓണാക്കി. ചെല്ല്, ആ കട്ടിലിൽ പോയി ഇരിക്കെ, ആദി പറഞ്ഞു. വിന്ദ ചെന്ന് കട്ടിലിരുന്നു. അവളുടെ അടുത്ത് തന്നെയായി ആദിയും ഇരുന്നു. ഫോണിൻ്റെ ഫ്ലാഷ് ലൈറ്റിലൂടെ അവൻ വിന്ദയുടെ മുഖത്തേക്ക് നോക്കി. അവളുടെ മുടിയിൽ നിന്നും നെറ്റിയിലേക്ക് വെള്ളത്തുള്ളി ഒഴുകിയിറങ്ങി. അത് മൂക്കിലൂടെ അവളുടെ ചുണ്ടിലൂടെ ഇറങ്ങി അവളുടെ കഴുത്തിലൂടെ ഇറങ്ങി. അങ്ങനെ വിന്ദ ആദിയുടെ മുഖത്തേക്ക് നോക്കി. അടുത്ത നിമിഷം ഇടിവെട്ടിയതും അവൾ ആദിയെ കെട്ടിപ്പിടിച്ചു. ഇപ്രാവശ്യം ബാലൻസ് ഇല്ലാതെ ആദി അവളെ ചേർത്ത് നെഞ്ചോട് അടക്കിപ്പിടിച്ച് കട്ടിലിലേക്ക് വീണു. വിന്ദ അവൻ്റെ നെഞ്ചിൽ അങ്ങനെ തല ചേർത്ത് കെട്ടിപ്പിടിച്ച് കിടന്നു. ആദി അവളെ അങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അങ്ങനെ തന്നെ കിടന്നു. രണ്ടുപേരുടെയും കണ്ണുകൾ അടഞ്ഞു വന്നു. അവരെ നിദ്രാദേവി പുൽകി. ഇതേ സമയം ആദി കൊടുത്ത ലൊക്കേഷൻ നോക്കി ആ മഴയത്തോടെ ജീപ്പ് ഓടിച്ച് ദേവുവിൻ്റെ വീട് നോക്കി പോവുകയാണ് ധ്രുവ്. അവളുടെ വീടിൻ്റെ മുന്നിലെ മതിലിന് സൈഡിലായി ധ്രുവ് പതിയെ വണ്ടി നിർത്തിക്കൊണ്ട് കുറച്ചു നേരം വണ്ടിയിലിരുന്നു. അവൻ ഫോണെടുത്ത് മഴ കൊള്ളാത്ത വിധം പിടിച്ചുകൊണ്ട് ദേവുവിൻ്റെ വീടിൻ്റെ മതിൽ ചാടി മുറ്റത്തെത്തി. ഒരുവിധം അവൻ മഴ നനഞ്ഞിരുന്നു. അവൻ അവളുടെ വീടിൻ്റെ ഒരു സൈഡിലേക്ക് മഴ കൊള്ളാത്ത വിധം കയറി നിന്നു. ധ്രുവനും അപ്പോഴും മനസ്സിലായില്ല എന്തിനു വേണ്ടിയാണ് അവളെ കാണാൻ വന്നത് എന്ന്. ധ്രുവൻ ഫോൺ എടുത്ത് ആദ്യം അയച്ചു തന്ന ദേവുവിൻ്റെ നമ്പറിലേക്ക് വിളിച്ചു. ഫോൺ എടുക്കുന്നില്ല. പിന്നെയും വിളിച്ചു. ഫോൺ എടുക്കുന്നില്ല. ധ്രുവൻ ഒന്നുകൂടി വിളിച്ചു. ഇപ്രാവശ്യം ദേവു ഫോൺ എടുത്തു. ഹലോ, ദേവു ഉറക്കച്ചുവയോടെ പറഞ്ഞു. ഹലോ, ഇത് ഞാനാ ധ്രുവ് പറഞ്ഞു. ഇത് കേട്ടതും ദേവു ചാടി എഴുന്നേറ്റിരുന്നു. അവൾ ഫോൺ ചെവിയിൽ നിന്ന് മാറ്റി നോക്കി. എന്നിട്ട് ഒന്നുകൂടി ചെവിയിൽ വെച്ചു. ഹലോ, ദേവു പറഞ്ഞു. ഞാൻ നിൻ്റെ വീടിൻ്റെ താഴെയുണ്ട്, വേഗം ഇറങ്ങി വാ, ധ്രുവ് പറഞ്ഞു. എന്താ ശിവേട്ട പറഞ്ഞേ? ദേവു ഒന്നുകൂടി ചോദിച്ചു. ഞാൻ നിൻ്റെ വീടിൻ്റെ താഴെയുണ്ട്, വേഗം ഇറങ്ങി വരാൻ, ഇല്ലെങ്കിൽ ഞാൻ വന്ന് കോളിംഗ് ബെൽ അടിക്കും. ധ്രുവ് പറഞ്ഞത് കേട്ട് ദേവു ഞെട്ടി. അവൾ നെഞ്ചിൽ കൈവച്ചു. അയ്യോ, അങ്ങനെ ചെയ്യില്ലേ, ദേ വരുന്നു ഞാൻ, അവിടെ നിൽക്ക്, ദേവു പറഞ്ഞു. അതോടെ ധ്രുവ് ഒരു ചിരിയോടെ ഫോൺ കട്ട് ചെയ്തുകൊണ്ട് മഴയത്തേക്ക് നോക്കി നിന്നു.